ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ഇറക്കിൻ്റെ എപ്പിസോഡ് 38 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ എപ്പിസോഡും കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പൺ സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗിയോനെയാണ്. ഗിയോ ചിന്തിക്കുകയാണ്, ഞാനാകെ ഇപ്പോൾ തളർന്നു പോയിരിക്കുന്നു. എൻ്റെ വലത്തെ കൈ അനക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ വലത് ചെവി അത് കേൾക്കാനും സാധിക്കുന്നില്ല. ഒരു മനുഷ്യന് ഓടാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അവനും തളർന്നു പോകും. പക്ഷേ ഇതൊരു ഡീമനാണ്. ഇവനൊരിക്കലും തളരില്ല. ഇവന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹ്യൂമൻസിനേക്കാളും വളരെ അധികമാണ്. ഇതിൽ അത്ഭുതം എന്തെന്നാൽ ഞാനൊരു അപ്പർ മൗണ്ട് 3 ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഞാൻ പഴയതുപോലെ ആരെയും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഗിയോ എൻ്റെ വാള് മുറുക്കെ പിടിക്കുകയാണ്. ഞാൻ ടാൻജറോയെ സംരക്ഷിക്കും. ഞാൻ എൻ്റെ മാക്സിമം പവറിൽ ഫൈറ്റ് ചെയ്യും, ഒരു അപ്പർ മൗണ്ട് 3 തന്നെ. അടുത്ത സീനിൽ നമ്മുടെ അക്കാസന്റെ കൈ പിടിച്ചിരിക്കുന്ന പെണ്ണൂർ പറയാണ്, നമുക്കിത് നിർത്താം, നമുക്ക് ഇവിടുന്ന് നിർത്താം. പറ്റില്ല, എനിക്ക് അവരെ കൊല്ലണം. ഞാൻ ഒരിക്കലും ഇത് നിർത്താൻ പോകുന്നില്ല എന്ന് പറയാണ്. എനിക്ക് ഇവരോട് ഫൈറ്റ് ചെയ്യണം, നീ ഈ കൈ ഒന്ന് എടുക്ക്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് സ്ട്രോങ്ങർ ആവണം, എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രോങ്ങർ ആവണം. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്തിന്? ഇതിനൊക്കെ അക്കാസം മറുപടി കൊടുക്കുന്നത് അവൻ്റെ മനസ്സ് വഴിയാണ്. അന്നപ്പോൾ അവൻ പറയാണ്, എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രോങ്ങർ ആവേണ്ടത്. എനിക്ക് സ്ട്രോങ്ങർ ആയാൽ മാത്രമേ എൻ്റെ അച്ഛന് മരുന്ന് കൊടുക്കാൻ സാധിക്കൂ. ഞാനൊരു സ്ട്രോങ്ങർ ആയിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു പേഴ്സുകൾ ഒരാളെടുത്ത് നിന്ന് മോഷ്ടിക്കും? ഞാൻ സ്ട്രോങ്ങർ ആയിട്ടില്ലെങ്കിൽ എങ്ങനെ അവരുമായി റിവെഞ്ച് ചെയ്യും? അങ്ങനെ അക്കാസ അവൻ്റെ പാസ്റ്റിലേക്ക് പോവുകയാണ്. അന്ന് അവൻ അക്കാസയല്ല, ഹക്കുജിയാണ്. ഹക്കുജിനെ കിട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിന്റെ കയ്യിൽ പോക്കറ്റ് അടിച്ചതിന്റെ 3 ടാറ്റുകളുണ്ട്. ഇനി അത് കൂടിയാൽ നിന്റെ കൈ അത് കട്ട് ചെയ്ത് കളയും ഞാൻ. ഹാ എന്നാ ചെയ്തോളൂ. എന്റെ കൈകൾ മുറിച്ചാൽ ഞാൻ എന്റെ കാലുകൾ ഉപയോഗിച്ച് പോക്കറ്റ് അടിക്കും. 11ാം വയസ്സിൽ ഇത്രയും അധികം ക്രൈം. നീ ശരിക്കും ഒരു ഡീമൺ ചൈൽഡാണ്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാധാരണ ഒരാൾക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അപ്പം തന്നെ നിർത്തും. പക്ഷെ നീ ഇത് നിർത്താൻ തയ്യാറല്ല. അവിടുന്ന് പുറത്തിറങ്ങിയ അക്കാസിനെ കേട്ട് ഒരു വലിയ ദുഃഖവാർത്തയാണ് ഉണ്ടായിരുന്നത്. കാരണം അക്കാസ് 3ാമത്തെ തവണയാണ് പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞ് അവന്റെ അച്ഛൻ മനസ്സ് വിഷമിച്ച് അവന്റെ അച്ഛൻ തൂങ്ങി മരിച്ചതാണ്. ഇത് കണ്ടത് അക്കാസൊക്കെ ഷോക്കാവുകയാണ്. അങ്ങനെ അക്കാസയ്ക്ക് അവന്റെ അച്ഛൻ അവസാനം ഒരു കത്ത് അവന് കിട്ടുകയാണ്. ആ കത്തിലാകട്ടെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, നീ ഒരു സത്യസന്ധനായി മാറണം, നീ ആരുടെയും പണം ഇനി മോഷ്ടിക്കരുത്, നിനക്കൊരു ന്യൂസൻസായി മാറിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് അക്കാസ അവിടെ കിടന്ന് കരയാണ്. അക്കാസന്റെ അച്ഛന്റെ ശവക്കല്ലേറി കിടന്നിട്ട്. എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് അവൻ മോഷ്ടിക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് അവനെ അച്ഛൻ ജീവനൊടുക്കിയത്. കാരണം അവൻ ഇനി മോഷ്ടിക്കില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഇത് കണ്ട് ആകെ പ്രാന്ത് പിടിച്ച അക്കാസ അവന്റെ അച്ഛനെ മരണത്തിന് കാരണക്കാരായ 7ഓളം നാട്ടുകാരെ അവൻ ഒറ്റയ്ക്ക് തന്നെ അടിച്ചു വീഴ്ത്തുകയാണ്. അവന്റെ ദേഷ്യവും വിഷമവും ഒക്കെ ആ പഞ്ചിങ്ങിലും ഒക്കെ അവനെ കാണാമായിരുന്നു. അവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും വലിയ അടിയായിരുന്നു. അതിനിടയ്ക്ക് അക്കാസയ്ക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കേൽക്കുന്നുണ്ട്. പക്ഷെ അക്കാസ ഒന്നും മൈൻഡ് ചെയ്യുന്നും കൂടെ ഇല്ല. കാരണം അവന്റെ മനസ്സിൽ അവന്റെ അച്ഛൻ്റെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ അച്ഛനെ എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യണം എന്ന് മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. അവന്റെ അച്ഛൻ തൂങ്ങി മരിച്ചതുപോലും അവന് കാണാമായിരുന്നു. അവനങ്ങനെ ആ ദേഷ്യം ഫുള്ളും അവരുടെ മേൽ അത്രയും ബ്രൂട്ടലായിട്ടാണ് അവൻ ചെയ്യുന്നത്. അവന് ആ വിഷമവും ദേഷ്യവും എല്ലാം കൂടെ കത്തി വരികയാണ്. അവനെ എല്ലാവരെയും ആഞ്ഞടിക്കുകയാണ്. അപ്പോഴാണ് ഇവന്റെ അടിയെ കണ്ടിട്ട് ഒരാൾ അവിടെ ഇമ്പ്രസ് ആയിട്ട് അങ്ങോട്ട് എത്തുന്നത്, ഒരു പുതിയ ക്യാരക്ടർ. ഇത്രയും പേരെ നീ ഒരുമിച്ച് അടിച്ചു വീഴ്ത്തിയോ, നീ ആൾ കൊള്ളാലോ. ഇതൊക്കെ നമ്മുടെ അക്കാസ അവന്റെ തലയില്ലാത്ത ആ മൈൻഡിൽ വെച്ച് ആലോചിക്കുകയാണ്. എനിക്ക് എന്താണ് പറ്റിയത്? ഞാൻ പഴയ കാലത്തേക്ക് പോവുകയാണോ? അപ്പൊ തന്നെ പാസ്റ്റിൽ ആ ക്യാരക്ടർ പറയാണ്, നീ എന്റെ ഡോജോയിലേക്ക് വരുന്നോ? അവിടെയാണെങ്കിൽ ആരും തന്നെ ഇല്ല. ഇതൊക്കെ കണ്ട് അക്കാസയല്ല ഹക്കുജിക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഹക്കുജി പറയാണ്, നീ ആരുടെ കള്ളക്കളവ എന്നോട് ചോദിക്കാന്ന് പറയാണ്. അപ്പൊ തന്നെ മറ്റേ ചെക്കായി ഒരു ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അക്കാസ നേരെ വന്നിട്ട് അവനെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അപ്പം തന്നെ ആ ചെങ്ങായി നമ്മുടെ അക്കാസിന്റെ മുഖമണ്ണ് നോക്കി അടിച്ചിറക്കുകയാണ്. അതോടുകൂടി നമ്മുടെ അക്കാസയ്ക്കാകെ സമാധാനമാവുകയാണ്. ഇടി കിട്ടിയത് ഒരു 1.5 പഞ്ചായ മൂക്കിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാസ അവസാനം അവിടെ നിന്ന് ഷട്ട് ഡൗൺ ആവുകയാണ്. അതോടുകൂടി ആ ചെറുക്കൻ്റെ കൂടെ നമ്മുടെ അക്കാസ അവൻ്റെ കൂടെ പോവുകയാണ്. നീ ആൾ കൊള്ളാം കേട്ടോ, ഞാൻ കേസോ, ഞാൻ അവിടെ സെറിയോ എന്ന് പറഞ്ഞ ഒരു ഫൈറ്റിംഗ് ടെക്നിക്ക് പഠിപ്പിക്കുകയാണ്, നീ വരുന്നോ? എനിക്കിപ്പോൾ സ്റ്റുഡൻസ് ഒന്നുമില്ല, പിന്നെ നീ അടിപൊളിയാണ്. എൻ്റെ ഒറ്റ അടിക്ക് തന്നെ നീ വീണിട്ട് അവസാനം 1 മണിക്കൂറല്ലേ എഴുന്നേക്കാൻ എടുത്തുള്ളൂ. ഞാൻ നിനക്ക് ഒരു പണിയും കൂടെ തരാം. എനിക്കൊരു സിക്കായ മോളുണ്ട്, അവളെ നീ നോക്കണം. ഞാൻ പുറത്തു പോകുന്ന സമയത്ത് നീ അവളെ നല്ലതുപോലെ നോക്കണം എന്ന് പറയാണ്. അന്നപ്പോൾ ഹക്കുജി ചോദിക്കുന്നുണ്ട്, സിക്കായ മോളെ ഒരു ക്രിമിനലായ എൻ്റെ കൂടിയാണ് ഏൽപ്പിക്കുന്നത്? ഇതേ ക്രിമിനലിനെയാണ് ഞാൻ കുറച്ചു നേരം മുന്നേ അടിച്ചു വീഴ്ത്തിയതെന്ന് പറയാണ്. കേശവനെ കാണുമ്പോൾ അക്കുജിക്ക് ടാഞ്ചറോനെ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ടാഞ്ചറോനെ ഇഷ്ടമില്ലാത്തത്. അവനെ കാണുമ്പോൾ എനിക്ക് പാസ്റ്റ് ഓർമ്മ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ മകൾ കുയൂക്കി. നീ ഓക്കെ അല്ലേ മോളെ? നീ കണ്ണിനെ കണ്ടിട്ട് നീ പഴയതിനേക്കാൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ അക്കാസ അതിനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്കെന്താ പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഓർമ്മ വരുന്നത്? നീ നോക്കുമോളെ, ഈ ചെറുക്ക് ഇവന്റെ പേര് പറയുന്നില്ല. നീ ഉടനെ തന്നെ അവന്റെ പേര് അവന്റെ വായിൽ തന്നെ വീഴ്ത്തണം. അപ്പൊ നിനക്ക് കുയൂക്കി ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ഫേസിൽ? നീ ഓക്കെ അല്ലേ? നിനക്ക് വേദനിക്കുന്നൊന്നുമില്ലല്ലോ? അടുത്ത് നിങ്ങൾക്ക് നമ്മുടെ അക്കാസിന്റെ ബോഡിനെയാണ്. എനിക്കിതൊന്നും മറക്കാൻ സാധിക്കില്ല. ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ നിനക്ക് പ്രോമിസ് തരുന്നു. ഇത്രയും നേരം കണ്ടത് നമ്മുടെ അക്കാസിന്റെ പാസ്റ്റ് ആണ്. ഇതോടുകൂടി ഈ ചാപ്റ്ററോടെ എൻഡ് ആയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കാവുന്നത്, നമ്മുടെ അക്കാസ് എങ്ങനെ എനിക്കൊരു ഡീമനായി മാറിയത് നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ.